നമസ്കാരം. ഞാൻ ഡോക്ടർ ഫെനൽ രാജു ഇബ്രാഹിം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാസ്റ്റിക് സർജറി അറ്റ് അംല ഹോസ്പിറ്റൽ ഇൻ തൃശ്ശൂർ. നമ്മൾ ഇന്ന് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്ന കാര്യം ബേൺസിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ പൊള്ളലേക്കുന്നത് കാര്യങ്ങളെക്കുറിച്ച്. കാരണം നമ്മളിവിടെ കാഷ്വാലിറ്റിയിലും അല്ലാണ്ടും നമ്മളെ പേഷ്യൻസ് കാണാൻ വരുമ്പോൾ പൊള്ളലേറ്റ പേഷ്യൻസ് അവർ വീട്ടിൽ നിന്ന് ചെയ്യുന്ന പ്രാഥമികമായ ആ ഒരു കെയർ, അതിന് ഒത്തിരി മിസ്റ്റേക്സ് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ ബേൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടിപ്പിക്കലി വരുന്ന പേഷ്യൻസ് വീട്ടമ്മമാർ, കൊച്ചു കുട്ടികൾ, ഇവരൊക്കെയാണ് സാധാരണ വരുന്നത്. സാധാരണ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ചൂടുവെള്ളം വീഴുന്നു, തിളച്ച പാല് വീഴുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തീപ്പെട്ടി വെച്ച് കളിക്കുന്നു, കൈ പൊള്ളുന്നു, അങ്ങനത്തെയാണ് നമ്മൾ യൂഷ്വലി കാണുന്നത്. സ്കാൽ ബേൺസ് അല്ലെങ്കിൽ വെള്ളം, പാല്, എണ്ണ അങ്ങനത്തെ കാര്യങ്ങൾ വീണ് പൊള്ളലേറ്റ് വരുന്ന കേസസാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ കാഷ്വാലിറ്റിയിലും പ്ലാസ്റ്റിക് സർജറി ഒപിഡിയിലും നമുക്ക് കാണാൻ കിട്ടുന്നത്. അപ്പം അറിയേണ്ട ഒരു കാര്യം, നമുക്കിവിടെ പേഷ്യൻസ് വരുമ്പോൾ അവർ ചിലപ്പം ഈ പൊള്ളലേറ്റതിൻ്റെ മുകളിൽ ബട്ടർ തേച്ചിട്ട് വരും, ചിലവർ ഇങ്ക് ഇട്ടിട്ട് വരും, ചിലവർ ടൂത്ത് പേസ്റ്റ് പുരട്ടിയിട്ട് വരും, ചിലവർ വാഴയില പൊതിഞ്ഞിട്ട് വരും, ചിലവർ നമ്മുടെ മഞ്ഞൾ പൊടി ഇതിട്ടിട്ട് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നാട്ടു രീതികളോ അല്ലെങ്കിൽ ആരെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുത്ത രീതികളോ ആയിരിക്കും. പക്ഷേ ഇതൊന്നും പൊള്ളലേറ്റ സ്ഥലത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതിൻ്റേതായ പ്രശ്നങ്ങളും ഇൻഫെക്ഷൻ വരാൻ സാധ്യതകളും ഒക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഒരു പൊള്ളലേറ്റു എന്ന് വെച്ചാൽ ഇപ്പം വെള്ളം വീണു അല്ലെങ്കിൽ തീപ്പെട്ടി എടുത്തു, ചെറുതായിട്ടൊന്ന് തീ പിടിച്ചു, പൊള്ളി, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തീ കെടുത്തുക. ആ സ്ഥലത്തു നിന്ന് മാറിയിട്ട് സാധാരണ ടാപ്പ് വെള്ളം എന്ന് വെച്ചാൽ ഒത്തിരി അമിതമായ തണുപ്പും ആവരുത്, ചൂടും ആവരുത്, സാധാരണ വെള്ളം തുറന്ന് പൊള്ളലേറ്റ സ്ഥലം നല്ലോണം കഴുകുക. പറ്റുമെങ്കിൽ സോപ്പിടുക. നീറ്റിലുണ്ടാവും, വേദന ഉണ്ടാവും, ആ സമയത്ത് ഇല്ലെന്നല്ല, പക്ഷേ സാധാരണ വെള്ളം തുറന്ന് വിട്ട് ആ ഭാഗം കഴുകുക. കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ബട്ടറോ അല്ലെങ്കിൽ മഞ്ഞളോ ഇങ്കോ ഒന്നും പുരട്ടാതെ നമുക്ക് ഒന്നിയിൽ ഈ ബേൺസിനായിട്ടുള്ള ഓയിൻമെൻ്റ് ഉണ്ട്. നമ്മൾ സിൽവർ സൾഫർ ഡയസൈനോ അല്ലെങ്കിൽ ബേൺ ഓയിൻമെൻ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഫാർമസികളിലും വാങ്ങാൻ കിട്ടും. ഒരു ട്യൂബ് വാങ്ങിച്ച് വീട്ടിൽ വെക്കുക, അത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ വന്ന് സമീപിക്കുക. അപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും ഇതിന് എന്താണ് അടുത്ത് ചെയ്യേണ്ടത്, ഇത് അഡ്മിഷൻ ആവശ്യമുള്ള കേസാണോ, അതോ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമോ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ നിറമുള്ള കാര്യങ്ങൾ പൊള്ളലിൻ്റെ മേൽ ഇട്ടിട്ട് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം പൊള്ളലുണ്ട്, അതിൻ്റെ ആഴം എത്ര ഉണ്ടെന്ന് അളക്കാനായിട്ട് ഹോസ്പിറ്റലിൽ നിങ്ങളെ കാണുമ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളാ ഇട്ട ഇങ്ക് കഴുകിക്കളയാതെ നമുക്ക് ഒരു ഡയഗ്നോസ് പറയാനോ ഡെപ്ത് പറയാനോ പറ്റത്തില്ല. അപ്പം അത് കഴുകിക്കളയാനുള്ള വേദന പിന്നെ ഈ ഇടുന്ന ഇങ്ക് ഈ കാര്യങ്ങളൊക്കെ വൃത്തിയില്ലെങ്കിൽ അത് കാരണം വരുന്ന ഇൻഫെക്ഷനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പൊള്ളലേറ്റാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് പൊള്ളിയെടുത്തു നിന്ന് മാറ്റുക. കുട്ടിയെ ആണെങ്കിലും നമ്മളാണെങ്കിലും മാറുക. സാധാരണ ടാപ്പ് വെള്ളത്തിൽ അമിതമായ തണുപ്പോ ചൂടോ അല്ല, ഐസൊന്നും വെക്കരുത്. വെള്ളം തുറന്ന് നല്ലതായിട്ട് ആ ഭാഗം കഴുകുക. കുറച്ച് സോപ്പിട്ട് വൃത്തിയാക്കിയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ബേണിൻ്റെ ഓയിൻമെൻറ്റ് വീട്ടിലുണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നേരെ കാഷ്വാലിറ്റിയിലോ ഹോസ്പിറ്റലിലോ വന്ന് കാണിക്കുക. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങളും പ്രായമുള്ളവർക്കും ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കണം. കാരണം അവർക്ക് നമ്മുടെ ബോഡിയുടെ റിസർവ് എന്ന് വെച്ചാൽ ആ ഒരു താങ്ങാനുള്ള കപ്പാസിറ്റി കുറവാണ്. അതുകൊണ്ട് ചെറിയൊരു ഇതുപോലും അവർക്ക് നല്ല ബുദ്ധിമുട്ട് വരാം. എസ്പെഷ്യലി പ്രമേഹം അങ്ങനത്തെ രോഗങ്ങളുള്ളവർ കൂടുതൽ സൂക്ഷിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ. അപ്പം അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വന്ന് പ്രോപ്പർ കെയർ എടുത്താൽ എത്രയും വേഗം അത് കരിയാനും അല്ലെങ്കിൽ അത് അഡ്മിഷൻ എടുത്തിട്ടുള്ള ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റോ മുന്നോട്ടുള്ള നിങ്ങളുടെ അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്തുവാണെന്ന് പറഞ്ഞു തരാനും ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഇതാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് സർജറി ഡേ 2024 അമലായി സൈഡ് ഞങ്ങളൊരു മെസ്സേജ് തരുന്നത്. പ്രൈമറി കെയർ എന്ന് വെച്ചാൽ പ്രാഥമികമായ ബേൺസ് വരുന്ന കേസസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്ത് സഹായം വേണമെങ്കിലും അംല ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വരാം. ഞങ്ങൾ എപ്പോഴും ഇവിടെ 24/7 റൺ ചെയ്യുന്ന ഹോസ്പിറ്റലാണ് വിത്ത് ഓൾ അവർ ഫെസിലിറ്റീസ് ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക് സർജറി. ഞങ്ങൾ കാഷ്വാലിറ്റിയിലും അല്ലാണ്ട് ഒപിഡിയിലും ഞങ്ങളെ കിട്ടും, നമുക്ക് കാണാവുന്നതാണ്. എനി ടൈം യു ആർ ഓൾ വെൽക്കം. താങ്ക് യു സോ മച്ച്.